إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാധ്യമാം വിധം കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് വയനാട്ടിലെ ചൂരൽമല സാക്ഷിയായത്. വേറെയും ചില പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളുടെയും തോരാത്ത മഴയിൽ ജലനിരപ്പ് ഉയരുകയും വീടുകളും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും വെള്ളം കയറി പ്രയാസകരമായ കെടുതി നേരിടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിലും ചുറ്റുപാടുകളിലും നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നാം എപ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുത, മനുഷ്യ ജീവിതത്തിൽ രോഗവും പ്രയാസങ്ങളും മരണങ്ങളും സംഭവിക്കുന്നത് പോലെ പ്രകൃതിയിൽ വരൾച്ചയും ക്ഷാമവും പ്രളയവും വെള്ളപ്പൊക്കവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉരുൾപൊട്ടലുകളും ഭൂമി കുലുക്കങ്ങളും മണ്ണിടിച്ചിലുകളുമെല്ലാം സംഭവിക്കും. അത് പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സുനനുൻ കൗനിയ, പ്രാപഞ്ചിക സംവിധാനങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ നടപടിക്രമങ്ങളാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് സൂചന നൽകുന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫി മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വ ഇലൈഹി നുശൂർ. ഈ ഭൂമിയെ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അതിവേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നവൻ അള്ളാഹുവാണ്. ആ ഭൂമിയുടെ വിധാനങ്ങളിലൂടെ, അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുക. നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്ന വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, വഇലൈഹി നുശൂർ. നിങ്ങളുടെ ഒരു ആയുസ് കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെടുകയും ബർസഖി ജീവിതത്തിന് ശേഷം എന്നിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പിന്നീട് സൂചിപ്പിക്കുന്നത്, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ.
ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകി മറിയുന്നതിനെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലാണോ എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂചന ഭൗതിക ജീവിതത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചും അവനൊരുക്കുന്ന വ്യത്യസ്തമായ പരീക്ഷണത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ നടപടിക്രമമാണ് എന്ന അടിസ്ഥാന ബോധമാണ് വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് വിശുദ്ധ ഖുർആൻ സന്നിവേശിപ്പിക്കുന്നത്. ഈ ബോധം അചഞ്ചലമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന യുക്തിവാദികളുടെ പരിഹാസങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ടാവും. അതാണ് എനിക്ക് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ കെടുതികൾ ഉണ്ടാവുമ്പോൾ, പ്രളയവും ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത് എവിടെയായിരുന്നു നിങ്ങളുടെ ദൈവം എന്നാണ്. ഈ സമയങ്ങളിൽ സഹായിക്കാത്ത ദൈവത്തെ എന്തിനാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ നിരീശ്വര ചിന്തകൾ ദുർബല മനസ്സുകളിൽ കുത്തിവെക്കുവാനുള്ള പരിശ്രമങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ പ്രേ ഫോർ വയനാട് എന്നതിലെ 6 വെട്ടിക്കളഞ്ഞ് പേ ഫോർ വയനാട്, ഡു ഫോർ വയനാട്, ഡൊണേറ്റ് ഫോർ വയനാട്. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രാർത്ഥിച്ചാൽ പരിഗണിക്കാത്ത നിസ്സഹനായ ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മനുഷ്യസാധ്യമായത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാലറിയിലിരുന്ന് ഇവിടെ നിരീശ്വര ചിന്തകൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സങ്കല്പത്തിലുള്ള ദൈവവിശ്വാസമല്ല നമ്മുടേത്. അവരുടെ സങ്കല്പത്തിലുള്ളത് ഏതോ ഒരു തിന്മ വരുമ്പോൾ അതിനെ തടയാൻ സാധിക്കാതെ നിസ്സഹനായി നോക്കി നിന്ന ഒരു ദൈവസങ്കല്പമാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ ഒരു തിന്മ കാണുമ്പോൾ നിലവിളിച്ച് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടും കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു ദൈവമെന്ന സങ്കല്പത്തെയാണ് നിരീശ്വരവാദികൾ അറിഞ്ഞും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ആരാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നു, ആരാണ് റബ്ബെന്ന് പഠിപ്പിക്കുന്നു. ആ റബ്ബാണ് ഈ പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും ഒരുക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സകലമാന നന്മകളും തിന്മകളും അള്ളാഹുവിൽ നിന്നാണ്. വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യൻ ഇതിനെ നേരിടുന്നത് എന്ന പരീക്ഷിക്കാനാണ് ജീവിതം. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഒരു സ്വർഗീയ ജീവിതം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. മഹാമാരികളും സംഘർഷങ്ങളും സങ്കടങ്ങളും മതവിശ്വാസികളെ ബാധിക്കുകയില്ല എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. ദുരന്തമുണ്ടാകുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ അതൊന്നും മതവിശ്വാസികളെ ബാധിക്കാതെ ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. മറിച്ച് സകല ദുരന്തങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഏത് നിമിഷവും നിങ്ങൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഊരിയെടുക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവവിശ്വാസമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പട്ടിണി കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, ജീവനഷ്ടം കൊണ്ട്, വിഭവനഷ്ടം കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരും. ക്ഷമിക്കുന്നവർക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ നന്മകൾ തന്നത് റബ്ബാണ്, ഇത് തിരിച്ചു പിടിക്കുന്നത് റബ്ബാണ്. അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നാണ്, അവനിലേക്കാണ് മടക്കമെന്ന ആ വാചകം പറയാൻ സാധിക്കുന്ന ക്ഷമാലുക്കൾക്കാണ് സ്വർഗമെന്ന വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലുകളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കേണ്ട സന്ദർഭമാണ് ഈ സാഹചര്യം എന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾ, റീലുകളിലെ ചോദ്യങ്ങൾ, സിനിമകളിലെ ചോദ്യങ്ങൾ കുരുന്നു മനസ്സുകൾ
മനസ്സുകളിൽ വേര് പിടിക്കുന്നു എന്നത് അറിയാതെ പോകരുത്. അവരുടെ മനസ്സുകളിൽ ഈ തർബീയത്തിന്റെ ഭാഗമായി ഈ ദൈവബോധത്തിന്റെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന, പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിച്ചു കൊടുക്കുന്ന നിരന്തരമായ സംസാരങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടത്, ഓരോ പരീക്ഷണങ്ങൾ, ഓരോ കെടുതികൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുത, മനുഷ്യൻ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനാണ്. പണമുണ്ടെങ്കിലും അവന് ദൗർബല്യങ്ങളുണ്ട്, ദുർബലതകളുണ്ട്. സമ്പത്തുണ്ടെങ്കിലും അവന് ദുർബലതയുണ്ട്. സാങ്കേതിക മികവുണ്ടെങ്കിലും അവന് ദുർബലതകളുണ്ട്. സദാസമയം അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എല്ലാ രംഗങ്ങളിലും ഓർക്കേണ്ട ഒരു വസ്തുത, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നമ്മോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച പ്രാർത്ഥനയിലെ വാചകം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, എന്നെന്നും നിലനിൽക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് മുൻനിർത്തി, കാരുണ്യം മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും നിന്റെ കനിവില്ലാതെ, നിന്റെ കരുണയില്ലാതെ, നിന്റെ കാവലില്ലാതെ, നിന്നെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകരുതേ എന്ന പ്രാർത്ഥനാ ശകലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കേണ്ട, ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സന്ദർഭമാണ് ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാലാമതായി ഇത്തരം സന്ദർഭങ്ങളിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, പ്രളയമുണ്ടാകുന്നത്, ഭൂകമ്പമുണ്ടാകുന്നത്, ഇതൊക്കെ അള്ളാന്റെ അദാബ് ഇറങ്ങിയതാണ്, ശിക്ഷയാണ് എന്ന ആ രൂപത്തിലുള്ള ഒരു സ്ഥിരീകരിച്ച രൂപത്തിലുള്ള വാചകം അത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ചിന്തിക്കുക, അള്ളാന്റെ അദാബ് ഇറങ്ങുമ്പോ ഏതോ ഉൾനാട്ടിലെ ഗ്രാമത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുകയും സകല പേക്കൂത്ത് നടത്തി ആടിപ്പാടി തിമിർക്കുന്ന, നേർച്ചകളും ഉറൂസുകളും നടത്തുന്ന, ശിർക്കിന്റെ കോമ്പരം ചുറ്റിക്കളിക്കുന്ന പ്രദേശങ്ങളിലൊന്നും അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാതെ ഇങ്ങനെ ചില പ്രദേശങ്ങളിൽ, മലഞ്ചെരുവുകളിൽ, മലയോരങ്ങളിൽ മാത്രം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഖുർആനിന് ചേരാത്തതും യോജിക്കാത്തതും പിൻബലമില്ലാത്തതും മനുഷ്യ ബുദ്ധിയോട് കൊഞ്ചനം കുത്തുകയും ചെയ്യുന്ന വാചകമാണ്. അത്തരം വാചകങ്ങൾ നമ്മൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് സുനനുൻ കൗനിയാണ്, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ്. ഒരുപക്ഷെ അത് ശിക്ഷയാവാം, അതല്ലെങ്കിൽ ശിക്ഷയാവാതിരിക്കാം. ലോകാവസാനത്തിന്റെ ഭാഗമായി ഭൂകമ്പങ്ങൾ, മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന വിവിധ തിന്മകളുടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമമായി ഭൂകമ്പങ്ങൾ അധികരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതിൽ പെട്ടതാവാം. ഒരുപക്ഷെ നമുക്കറിയില്ല, ഭൂമി മനുഷ്യൻ തുരന്നത് കൊണ്ട്, അതുമായി ബന്ധപ്പെട്ട അതിരുവിട്ട പ്രവർത്തനങ്ങൾ കൊണ്ടാവാം, അതും സ്ഥിരീകരിക്കപ്പെട്ടതല്ല. ഇത് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല. വഹ്യുള്ള പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകൻ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലല്ലാതെ ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഇത് അദാബാണെന്നേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് അദാബാണെന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് യോജിച്ചതല്ല, അത് ശരിയല്ല. നമ്മളെ ബാക്കി വെച്ച് അള്ളാഹ് അവരെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മലക്കുകളാണെന്ന്, നമ്മൾ തഖ്വയുടെ നടുക്കണ്ടങ്ങളാണ്, നമ്മളെല്ലാം തികഞ്ഞവരാണ്, ഒരു പാപക്കറ പോലും ഇല്ലാത്തവരാണ് എന്ന ആ ഒരു അതിമോഹത്തിന്റെ ചിന്തകൾ പോലും നമ്മിലേക്ക് കടന്നു കയറുന്നതിനെ കുറിച്ച് നമ്മൾ അശ്രദ്ധരായിക്കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാവേണ്ട മനോഭാവം, നമ്മൾ നിസാരരാണ്, മനുഷ്യൻ നിസാരനാണ്, അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുവാനാണ് ഈ സന്ദർഭങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇമാം മുസ്ലിം അടക്കമുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ചില സംഭവം കാണാം. കാർമേഘം ആകാശത്ത് അതിങ്ങനെ മൂടിക്കെട്ടി വന്നാൽ, അതല്ലെങ്കിൽ ശക്തമായി കാറ്റടിച്ചാൽ പ്രവാചകൻ അസ്വസ്ഥനാവും. വീട്ടിൽ പ്രവാചകൻ അഖ്ബല വ അദ്ബറ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഖറജ വ ദഖല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ആകാശത്തേക്ക്
നോക്കുകയും ചുറ്റുപാടുകൾ നോക്കുകയും പരിഭ്രാന്തനായി വീടിന്റെ അകത്തേക്ക് തന്നെ കയറുകയും ചെയ്യും. പ്രവാചകൻ അസ്വസ്ഥനായി നിലനിൽക്കുകയും പ്രവാചകൻ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ ഈ കാർമേഘം മൂടിക്കെട്ടി വരുമ്പോൾ, ഈ കാറ്റടിക്കുമ്പോൾ ഇതിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതോടൊപ്പം വരുന്നതിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇത് അയക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള കൂടെയുള്ള നന്മയും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, ഈ കാറ്റ് മുഖേന ഉണ്ടായേക്കാവുന്ന ദോഷങ്ങൾ, ഇതിന്റെ ബാക്കി പത്രമാകുന്ന നാശങ്ങൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ അന്തരീക്ഷത്തിന് ഭാവവ്യത്യാസം വന്നാൽ, സാധാരണഗതിയിൽ ഒരു മഴ പെയ്ത് ചോർന്നാൽ പ്രവാചകരുടെ മുഖത്തിൽ ആശ്വാസത്തിന്റെ ഭാവങ്ങൾ ഉണ്ടാവും. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുമായിരുന്നു, പ്രവാചകരെ എന്തേ താങ്കൾ ആ സന്ദർഭങ്ങളിൽ അസ്വസ്ഥനായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദ് ഫലമാ റഅവഹു ആരിളൻ മുസ്തഖ്ബില ഔദിയതഹും ഖാലു ഹാദാ ആരിളുൻ മുംതിറുനാ. ആദ് സമൂഹം, ആ സമൂഹത്തിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിക്കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. ഒരുപക്ഷെ അവർക്കുണ്ടായത് പോലെയുള്ളതാവാം എന്ന് ഞാൻ ഭയപ്പെടുന്നു. ലഅല്ലഹു, ആയേക്കാം എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആദ് സമൂഹത്തിൽ കാർമേഘം മൂടിക്കെട്ടി വരുമ്പോൾ അവരൊരു സാധാരണ പോലെ പറഞ്ഞു, ഇന്ന് നമുക്ക് മഴ പെയ്യാനുണ്ട്, മഴയുമായി കാർമേഘം വന്നിരിക്കുന്നു എന്ന ആ നിലയ്ക്ക് പരിഭ്രാന്തികളോ ടെൻഷനുകളോ ഇല്ലാതെ അവർ പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷേ അവരെ മുച്ചൂടും തകർത്തത് ആ കാറ്റിന് പിറകെ വന്ന, ആ കാർമേഘത്തോടൊപ്പം വന്ന അള്ളാഹുവിന്റെ ശിക്ഷകളായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ നടപടി, അള്ളാഹുവിന്റെ ഫിത്നകൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ഒരു ആപൽ സാധ്യതയുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആ ആപത്തിനെ തൊട്ട് കാവൽ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മനസ്സിനെ രക്ഷയ്ക്ക് പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു രൂപമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വീണ്ടും സൂചിപ്പിക്കുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതളറഊൻ. പൂർവികരായ സമൂഹം, ആ സമൂഹങ്ങളിൽ അള്ളാഹു ദുരിതം ഇറക്കിയിട്ടുണ്ട്, ആ സമൂഹങ്ങളിൽ അള്ളാഹു പ്രയാസങ്ങൾ ഇറക്കിയിട്ടുണ്ട്, കഷ്ടപ്പാട് ഇറക്കിയിട്ടുണ്ട്. ലഅല്ലഹും യതളറഊൻ, ആ സമൂഹം, അതിന് സാക്ഷികളാകുന്നവർ, അതിനെക്കുറിച്ച് അറിയുന്നവർ അള്ളാഹുവിലേക്ക് വിനീതരായി മടങ്ങാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പം ഈ പരീക്ഷണ കാലഘട്ടത്തെ കേവലം ഒരു അദാബാണെന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് പകരം അത് എന്തെന്ന് റബ്ബിനെ അറിയൂ എന്ന് തിരിച്ചറിയുകയും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഈ കെടുതികളിൽ നിന്ന് രക്ഷപ്പെട്ടതിന് അള്ളാഹുവിനോട് ഹംദ് നടത്തുക, അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ നിലക്കുള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു ഇത്തരം ബഅസാഉം ദറാഉം ഇറക്കുമ്പോൾ, ഈ കെടുതികളും പരീക്ഷണങ്ങളും ഇറക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളായിരിക്കും അപകടത്തിൽപ്പെടുക. എന്താണ് അവരുടെ അവസ്ഥ? ജീവിതകാലത്ത്, പ്രത്യേകിച്ച് അവസാന നാളുകളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ അമലുകൾ, അവരുടെ ഈമാൻ, അവരുടെ നിയ്യത്ത്, അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും അവർക്കുള്ള പ്രതിഫലം നിശ്ചയിക്കുക. ചിലർ ഷഹാദത്ത് കൊണ്ട് ആദരിക്കപ്പെടും, മറ്റു ചിലർക്ക് പാപങ്ങൾ കുഴിയപ്പെടും. എല്ലാത്തിനും ഉപരി ആ സന്ദർഭങ്ങൾ സ്വബറിലൂടെ അതിജീവിക്കുക എന്നതാണ് ആളുകളുടെ ബാധ്യത എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദുകളെ കുറിച്ച് പരിചയപ്പെടുത്തി. യുദ്ധഭൂമിയിൽ ശത്രുവിനെതിരെ അടരാടി മുറിവേറ്റ് മരണപ്പെടുന്നവൻ മാത്രമല്ല ഷഹീദ്, അശ്ഹദാഉ ഖംസത്തുൻ എന്ന ഒരു റിവായത്തുണ്ട്. മറ്റൊരു റിവായത്തിൽ 5-ലധികം ഷഹീദുകളെ പരിചയപ്പെടുത്തുന്നു. അതിൽപ്പെട്ട 2 കൂട്ടർ, വൽ ഗൈറഖ്, മുങ്ങി മരിക്കുന്നവൻ, വസാഹിബുൽ ഹദ്മ്, കെട്ടിടം തകർന്ന് മരിക്കുന്നവർ, അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്.
ഈ പ്രളയ സന്ദർഭങ്ങളിൽ മുങ്ങി മരിക്കുന്നവർ മണ്ണിൽ പുതഞ്ഞും അലിഞ്ഞും ചിന്നിത്തെറിച്ച് അവശിഷ്ടങ്ങളായി മാറിയ മനുഷ്യ ശരീരങ്ങൾ, അവരിൽ ഈമാനുള്ള ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, നല്ല നിയ്യത്തുള്ള നിഷ്കളങ്കർ, അവർക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകങ്ങൾ നമുക്ക് പ്രേരണ നൽകണം. ആറാമതായി ഈ സന്ദർഭത്തിൽ നാം പുനർവിചിന്തനം നടത്തേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് രോഗങ്ങളും അസുഖങ്ങളും. ഈ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തുന്ന രൂപത്തിൽ വൈദ്യമേഖല വികാസം പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യ സാധ്യമായ പ്രതിരോധങ്ങൾ തീർക്കാനുള്ള ആ രംഗത്തുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നത് മാനവികമായ ഒരു ആവശ്യമാണ്. ഇരുമ്പ് കട്ടികൾ കൊണ്ട് മലയിടുക്ക് തൂർത്ത് അതിൽ ഉരുക്കിയ ചെമ്പൊഴിച്ച് ഇരുമ്പ് ഭിത്തികൾ തീർത്ത് യഅജൂജ് മഅജൂജിന്റെ കെടുതികളിൽ നിന്ന് ഒരു പ്രദേശക്കാർക്ക് ആശ്വാസമേകിയ ദുൽഖർനൈൻ എന്ന ഒരു ചരിത്ര പുരുഷനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചന നൽകുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിന് ഒരു മാതൃകയായി പരിചയപ്പെടുത്തുമ്പോൾ ആ രംഗത്ത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ മനുഷ്യ സാധ്യമായ പരിഹാരങ്ങളും പ്രതിരോധങ്ങളും തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക. ഏഴാമതായി, ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും അവരാൽ കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ സാഹചര്യങ്ങളിൽ അവിടെ കാഴ്ചക്കാരായി പോകുന്ന, ടൂർ പോകുന്ന ലാഘവത്തോടെ വെള്ളം ഉയർന്നത് കാണുന്ന, കാഴ്ച കാണാൻ പോകുന്ന ഒരു സാഹചര്യം, അത് ഈ രക്ഷാപ്രവർത്തനത്തിന് പോലും തടസ്സമാകുന്ന രൂപത്തിൽ പരിസരബോധമില്ലാത്ത ഒരു സാഹചര്യം, അത് ഒരിക്കലും തന്നെ നമുക്ക് യോജിച്ചതല്ല. അതേപോലെ തെറ്റായ വാർത്തകൾ, ശരിയാണെന്ന് ഉറപ്പില്ലാത്ത വാർത്തകൾ, ഭീതി പടർത്തുന്ന വാർത്തകൾ അത് പ്രചരിപ്പിക്കുക എന്നത് അതിന്റെ നിയമവശങ്ങൾക്കപ്പുറത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സത്യമോ അസത്യമോ എന്ന് വേർതിരിച്ചറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ സ്വസ്ഥത നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സംസാരമാണെങ്കിലും സാമൂഹ്യ മാധ്യമത്തിലെ ഇടപെടലാണെങ്കിലും ഗൗരവമായി നമ്മൾ നോക്കിക്കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുരിതകാലങ്ങളിൽ, ദുരന്തകാലങ്ങളിൽ ക്ഷമയോടെ, സംയമനത്തോടെ ഏറ്റവും നന്നായി നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മാനസികമായ ബോധ്യവും ശക്തിയും നമുക്കൊരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദുരിതം പെയ്തിറങ്ങിയ ഒരു നാട്, ഭൂപടത്തിൽ നിന്ന് ആ നാടും പ്രദേശവാസികളും പൂർണ്ണമായി ഒഴുകിയൊലിച്ച വാർത്തകളാണ്, ഹൃദയഭേദകമായ സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രി നമ്മെപ്പോലെ സമാധാനത്തോടെ കിടന്നുറങ്ങിയ ആളുകൾ പാതിരാത്രിയിൽ എപ്പോഴോ അപകടം പിണയുന്നു എന്ന് തിരിച്ചറിയുന്നു. കൺമുമ്പിൽ കൂടപ്പിറപ്പുകൾ ഒഴുകിയൊലിക്കുന്നത് കാണുന്ന ആ ഇരുട്ടിൽ, കൂരിരുട്ടിൽ, നിലവിളികൾക്കും രോദനങ്ങൾക്കുമിടയിൽ ജീവിതത്തിൽ നിന്ന്, കൺമുമ്പിൽ നിന്ന് ഓരോ അനുഗ്രഹങ്ങൾ മാഞ്ഞു പോകുന്നതിന് സാക്ഷികളായ ഒരു സമൂഹമാണ് ക്യാമ്പുകളിൽ അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള
സാധാരണക്കാരുടെ വരുമാനം എന്നത് ഒരു 10,000-ന് 20,000 30,000-ത്തിനൊക്കെ ചുവടെയുള്ളതാണ്. അങ്ങനെയുള്ള തുച്ഛമായ വരുമാനവും കൂലിയും സ്വരൂപിച്ച് ഒരു ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യം പോലെ ഒരു വീടൊരുക്കി ആ വീടിൽ സമാധാനപൂർവ്വം ജീവിക്കുമ്പോൾ അവിടേക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന വീടുകളിൽ നിന്ന് തങ്ങളുടെ കൂടപ്പിറപ്പുകൾ മരണപ്പെടുമ്പോൾ അതിനെ മാനസികമായി അതിജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ആശുപത്രിയിലായി വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു ബില്ലടയ്ക്കേണ്ട സാഹചര്യമുണ്ടായാൽ, നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോൾ അതിന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു എക്സ്പെൻസ് വരുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഷോക്ക് പോലെ പറയാറുണ്ട്. പ്രതീക്ഷിക്കാത്ത കറണ്ട് ബില്ല് വന്നാൽ, പ്രതീക്ഷിക്കാത്ത ഫൈന് വന്നാൽ അതുപോലും നമുക്ക് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാറുണ്ട് എന്നത് നമ്മൾ അറിയുന്ന ഒരു വസ്തുതയാണ്. തീർച്ചയായും ആ ഞാൻ വയനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വാണിമേല്, വിലങ്ങാട് പോലെയുള്ള പ്രദേശങ്ങൾ, പാലക്കാട് ജില്ലയുടെ വടക്കാഞ്ചേരിയുടെ പരിസരങ്ങളിലെല്ലാം ഇത് സമാനമായി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായ സഹായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ മതപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഓർക്കുക. 2 രൂപത്തിലുള്ള സഹായങ്ങളാണ് അവർക്ക് ആവശ്യം. ഒന്ന്, നിലവിൽ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതേപോലെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഈ നാപ്കിൻ അടക്കം, പാമ്പേഴ്സ് അടക്കം, രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളടക്കം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, ഈ ക്യാമ്പിലെ ആളും ബഹളവും ഒഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് തിരിച്ചു പോകാൻ വീടുകളില്ല, ഇവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ രക്ഷിതാക്കളില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ, അയൽവാസികൾ 24 ആളുകളുടെ മൃതദേഹങ്ങൾ മണ്ണിൽ പുതഞ്ഞത് നോക്കി നിന്ന് രക്ഷാപ്രവർത്തകരുടെ കരങ്ങളിലൂടെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്ന് മാനസികമായി കെടുതി അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിലുണ്ട്. 400-ൽ പരം ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോഴും പല ആളുകളും എന്താണ് എവിടെയാണെന്ന് അറിയപ്പെടാത്ത, അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അഭയം തേടിയ ആളുകൾ സുരക്ഷിതരാണ് എന്ന വാർത്തകൾ പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുനരധിവാസം എന്നത്, അതിൽ ഭാഗവാക്കാകുക എന്നതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു വീടൊരുക്കാൻ 8-10 ലക്ഷം വേണ്ടി വരും. അവർക്ക് ആവശ്യമായ കൈത്തൊഴിലോ, അവർക്ക് ആവശ്യമായ ജോലിയോ, അവരുടെ ഭൗതിക നിലനിൽപ്പിന് ആവശ്യമായ രേഖകൾ അത് റെഡിയാക്കി കൊടുക്കുന്നതിന് ആവശ്യമായ ഒരുപാട് മനുഷ്യാധ്വാനങ്ങളുണ്ട്. അവർ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷമാക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. ഒരു 10 കുടുംബങ്ങൾക്ക്, ഒരു 100 കുടുംബങ്ങൾക്ക് സഹായം വേണമെങ്കിൽ കോടികളാണ് ആവശ്യമുള്ളത്. സിനിമാ താരങ്ങളോ ഏതെങ്കിലും വാണിജ്യ മേഖലയിലുള്ള ആളുകൾ 20 ലക്ഷം മുതൽ 15 ലക്ഷം മുതൽ 5 കോടി വരെ ഓഫർ ചെയ്ത വാർത്തകൾ കാണുമ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അത്രയും ലക്ഷങ്ങളുടെ, കോടികളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിടത്ത് നിന്ന് തകർന്നടിഞ്ഞ പ്രദേശങ്ങളിലെ പുനരധിവാസം എന്നത് വലിയ ഒരു പ്രയത്നമാണ്. സർക്കാർ തലത്തിലും അതേപോലെ സന്നദ്ധ സംഘടനകളിലൂടെയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ നമ്മളെ പള്ളിയിൽ ഒരു പിരിവുണ്ടെങ്കിൽ അതിനിപ്പം ഈ CH സെന്റർ പോലെയുള്ള സംവിധാനമാണെങ്കിലും ദാവാ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഒരു സംഖ്യ 10, 100, 5, 2 നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിൽ കഴിവനുസരിച്ച് നമ്മൾ കൊടുക്കും, ചിലത് കൊടുക്കാറില്ല. പക്ഷെ ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന ഒരു സാഹചര്യം അല്ല. ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ആ മണ്ണിൽ സംഭവിച്ചിട്ടുള്ളത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ദാനധർമ്മം ചെയ്യാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകത്തെ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കഴിയുന്നത്. സാധാരണ കാണാത്ത ചില വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും ഈ റെസ്ക്യൂ ക്യാമ്പുകളിലേക്ക് വിട്ടുകൊടുക്കുന്ന നൗഷാദുമാരുടെ വാർത്തകൾ നമ്മൾ കാണുന്നു. വടകര പരിസരത്തുള്ള കരീം എന്ന വ്യക്തിയുടെ
വാർത്ത നമ്മൾ കാണുന്നു. എനിക്കും കൈക്കുഞ്ഞുണ്ട്, അവിടെയുള്ള ഏതെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ഷാനിബമാർ ഉയർന്നു വരുന്നൊരു സന്ദർഭമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് അത്രയും ആവശ്യമായ, അത്രയും അനിവാര്യമായ, കണ്ണടക്കാനോ മുഖം തിരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ രംഗത്ത് നമുക്ക് കഴിയാവുന്ന മാന്യമായ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിച്ചതിന്റെ ശുക്രായി ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ, ചേർത്ത് നിർത്താൻ ആവശ്യമായ അളവിൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ അതിനാവശ്യമായ സ്വതക്കകൾ, സംഭാവനകൾ, വഖഫുകൾ നൽകേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ ആ ദുരന്ത ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള പ്രവർത്തനങ്ങൾക്കും അതേപോലെ പുനരധിവാസ പ്രൊജക്ടുകൾക്ക് ഏകദേശം 100 വീടുകളെങ്കിലും അവിടെ കെട്ടിപ്പടുത്തുയർത്തണം. അതിനാവശ്യമായ പള്ളിയും ആ നിലക്കൊരു മഹല്ല് സ്വഭാവത്തിൽ അവിടുത്തെ ആളുകൾക്ക്, എന്നാൽ അത് മുസ്ലിമീങ്ങൾ മാത്രം എന്ന അർത്ഥത്തിലുമല്ല, ആ നിലക്ക് അർഹതപ്പെട്ട 100ഓളം ആളുകൾക്കെങ്കിലും വീടൊരുക്കണമെന്നാണ് സംഘടനാ തലത്തിൽ ശ്രമിക്കുന്നത്. അതിനു പുറമെ വ്യക്തികൾ സ്വന്തം നിലയ്ക്ക് അവർ നടത്തുന്ന പ്രൊജക്റ്റുകൾ, ഞാൻ നിങ്ങൾക്കൊരു ധാരണയ്ക്ക് വേണ്ടി പറയാണ്, മുജാഹിദ് പ്രസ്ഥാനം ഈ രംഗത്ത് ഇടപെടൽ നടത്തുമ്പോൾ മറ്റു രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളെ പോലെ അതിന് ഒരു പബ്ലിസിറ്റി നൽകാറില്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലുള്ള 170ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനം ജനകീയ പിന്തുണയോടെ ആളുകളുടെ പള്ളികളിലെ ബക്കറ്റ് പിരിവുകളിലൂടെ സമാഹരിച്ച പണങ്ങളിലൂടെ വിദേശത്ത് നിന്ന് ലഭിച്ച സഹായങ്ങളിലൂടെ ദത്തെടുത്ത ഗ്രാമങ്ങൾ, ജീവൻ കൊടുത്ത ഗ്രാമങ്ങൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അപ്പൊ ഈ ആവശ്യത്തിലേക്കുള്ള ഫണ്ടിന്റെ സമാഹരണമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അവിടെ ഒരു ബക്കറ്റും അതേപോലെ QR കോഡും പതിച്ചിട്ടുണ്ട്. കഴിയുന്നവർ കഴിയാവുന്ന രൂപത്തിൽ അത് നിർവഹിക്കുക. ഇതിലൂടെ നൽകിയാൽ മാത്രമേ സഹായമാകൂ എന്ന ഒരു വാദമൊന്നും ഞങ്ങൾക്കില്ല, ഈ സംവിധാനങ്ങൾക്കില്ല. കഴിയാവുന്ന രൂപം ഈ നന്മകളെ ചേർത്ത് പിടിക്കാനും അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്താനുള്ള അതിന്റെ പ്രവർത്തനങ്ങളിൽ, പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ആ ജീവിതത്തിലെ ഉന്നതമായ മാതൃകകളെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തി സ്വഹാബത്തിനെ പോലെ ഇസ്ലാമിക ആശയങ്ങളെ ഇസ്സത്തായി നെഞ്ചിലേറ്റി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാനവിക പ്രവർത്തനങ്ങളിലും ഒരുപോലെ കൈകോർത്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ദുരിതം പെയ്തിറങ്ങിയ മണ്ണിൽ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000-ത്തിനടുത്തുള്ള ആളുകൾ, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകണമേ. അവരുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ശാരീരികമായും സാമ്പത്തികമായും സാങ്കേതികമായും ഇടപെടാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കാരുണ്യത്തിന്റെ കനിവും കിനിവും നിലനിർത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, അതിക്രമങ്ങൾ, അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ശാശ്വതമായ സമാധാനവും സന്തോഷവും നിർഭയത്വവും നൽകി ഇസ്സത്തോട് കൂടി ജീവിക്കുവാനുള്ള പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ആജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.